കേരളം ഒരു തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായ അജി കല്ലുപുരയിലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ചുവപ്പണിഞ്ഞ മണ്ണിത് ചരിത്രമേറെയുണ്ടത്, മായുകില്ല മായ്ച്ചിടുകില്ല. അനുഭവങ്ങൾ ഊർജമാക്കി മാറ്റിയ സഖാക്കളാൽ ഉയർത്തിവാനിലീ ചെങ്കൊടി. അനുഭവങ്ങൾ ഊർജമാക്കി മാറ്റിയ സഖാക്കളാൽ ഉയർത്തിവാനിലീ ചെങ്കൊടി. പാലക്കാടിൽ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പം നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയൊരു പോരാട്ടം എനിക്ക് തോന്നുന്നു 13-ാം വാർഡിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അപ്പം എന്താണ് ആനിക്കാടിലെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് സുമാൻചാൻ്റെ ഒരു നമ്മുടെ ഇടതുപക്ഷം LDFൻ്റെ സാധ്യതകൾ? ആനിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പോവുക. കഴിഞ്ഞ ഏറ്റവും ഏറെക്കാലം വളരെയധികം കാലം ഭരണത്തിലിരുന്ന ആനിക്കാട് പഞ്ചായത്തിൽ UDF ആണ്. UDFൻ്റെ ഭരണം ഈ ആനിക്കാട് പഞ്ചായത്തിൻ്റെ വികസനത്തെ ആകെ തകർത്താം. കേരളത്തിലെ ഏറ്റവും വികസനം എത്താത്ത ഒരു പഞ്ചായത്ത് ആനിക്കാട്. എല്ലാ തരത്തിലും സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം, വഴി, വെളിച്ചം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങും ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തമായ ദീർഘമായ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണസമിതിയാണ് ഈ ആനിക്കാട് പഞ്ചായത്തിൽ തുടരെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്ലാനിങ് ഇല്ല. പഞ്ചായത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചും സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുടുംബശ്രീ വഴി ഒരുപാട് പദ്ധതികളുണ്ട്. ആനിക്കാട് പഞ്ചായത്തിലെ ഭരണസമിതിക്ക് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. അവരെ സംബന്ധിച്ച് അവർ ഇന്ന് സർക്കാരിൽ നിന്ന് അനുവദിക്കുന്ന ഫണ്ട് എത്ര മെമ്പർമാരുണ്ട് അത്രയും മെമ്പർമാർ വീതിച്ചു കൊണ്ടുപോയി. അതിനും ഓരോ പ്രദേശത്തെ ആളുകൾക്ക് ചെറിയ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒഴിച്ചാൽ ഒരു പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തെ സംബന്ധിച്ചൊരു വ്യക്തതയും ഉൾക്കാഴ്ചയും ഇല്ലാത്ത പഞ്ചായത്താണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ്. ഒരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ട് കുറേ അധികം നാളായി. ആ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാനും അത് ഫങ്ഷൻ ചെയ്യാനും പഞ്ചായത്ത് എന്ന നിലയിൽ അവർ മുന്നിട്ടിറങ്ങണം. പഞ്ചായത്ത് ആവശ്യമായ തീരുമാനമെടുത്ത് ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ച് ഇന്ന് ഈ വളരെ നേരത്തെ ആനിക്കാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളത്തിന് പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ആനിക്കാട് പഞ്ചായത്തിൻ്റെ സ്ഥിതി മോശമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതിഫലിപ്പിക്കും. പഞ്ചായത്തിൻ്റെ അതുപോലെ UDFിനകത്തുള്ള അനേകവും തമ്മിലടിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ രൂക്ഷമാണ്. ഇടതുപക്ഷ മുന്നണി വ്യക്തമായ നിർണായകമായ ഭൂരിപക്ഷം എല്ലാ വാർഡുകളിലും ഞങ്ങൾ വളരെയധികം അഡ്വാൻസ് ചെയ്തിരിക്കാൻ മുന്നിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളതിന് യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. അജി കല്ലുപുരയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ടൈം പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഈ പ്രാവശ്യം 13-ാം വാർഡിലേക്ക് ഞങ്ങൾ നിർത്തിയിരിക്കുക. ആനിക്കാട് പഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ എളുപ്പവും കഴിവുള്ള ഒരു നേതാവാണ്. വേറെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിക്കണം. ഒരാവശ്യത്തിനും ഒരാളിൻ്റെ കൂടെ ഒരാവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറെ അജിയാണ്. അവൻ സ്വന്തം കാര്യത്തിൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ താല്പര്യവും ജനങ്ങളുടെ പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ തന്നെ അത് ഈ നാട്ടിലെ ജനങ്ങൾ 2 കൈയും നീട്ടി അവനെ സ്വീകരിച്ചിരിക്കുക. അജിയെ ജയിക്കും. ഓക്കെ. കുറിച്ച് എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥി? ഞാൻ നല്ല അഭിപ്രായമാണ്. ഇന്നോ ഇന്നലത്തുള്ള പരിചയം തന്നെ ഏത് കാര്യത്തിനും ഏത് സ്ഥാനാർത്ഥിക്കും വിളിച്ചാൽ ഇറങ്ങി ഓടി വരുന്ന ഒരാളാണ് വന്നുകൊണ്ടിരിക്കുന്ന. ജിനോയ് ബ്രദറെ, എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ ആനിക്കാട് 13-ാം വാർഡിൽ? ഞങ്ങൾ ആനിക്കാട് പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മാത്യൂസ് കല്ലുപുര അജി എന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ ഓമനപ്പേരിലറിയപ്പെടുന്ന മാത്യൂസ് കല്ലുപുരയുടെ പ്രചരണാർത്ഥമാണ് ഞങ്ങൾ ഇവിടെ വീടുകളെല്ലാം കയറി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആനിക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് റോഡ് ഗതാഗതത്തിൻ്റെ കാര്യമായാലും മറ്റുള്ള ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാ സമസ്ത മേഖലയിലും വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആനിക്കാടിലെ നിവാസികൾക്ക്
ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലാതെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 25 വർഷക്കാലം ആയിട്ട് ഇവിടെ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ആനിക്കാടിന് പുറത്തോട്ട് കടക്കുമ്പോൾ നല്ല മനോഹരങ്ങളായ ഗതാഗത സൗകര്യങ്ങളുള്ള റോഡുകളും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് ആളുകൾ താമസിക്കുമ്പോൾ ആനിക്കാട് പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള റോഡുകളെല്ലാം ദുർഘടാവസ്ഥയിലാണ്. വാഹനങ്ങൾ, പ്രത്യേകിച്ച് ബസ്സുകൾ സർവീസുകൾ പലതും നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുകൂടാതെ കുടിവെള്ള വിഷയം, ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾക്ക് ഗവൺമെൻറ് നിരന്തരം മറ്റുള്ള പഞ്ചായത്തുകളുടെ അനുമതി കൊടുക്കുമ്പോഴും അവിടെയൊക്കെ സാധ്യമാകുമ്പോഴും ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതം ഈ കാര്യത്തിലൊക്കെ വെക്കാത്തത് മൂലം ഗ്രാമപഞ്ചായത്തിൻ്റെ നടപടിക്രമങ്ങളിലെ വൈകല്യങ്ങൾ മൂലം കുടിവെള്ള പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാനാവാതെ ഇപ്പോഴും ജനങ്ങൾ കുടിവെള്ളത്തിനായിട്ട് നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ് ആനിക്കാട് പഞ്ചായത്തിന് നിലവിലുള്ളത്. പിന്നെ മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ കേരളത്തിൽ കളിക്കളങ്ങളില്ലാത്ത ഏക ഗ്രാമപഞ്ചായത്ത് ആനിക്കാട് പഞ്ചായത്താണ്. ഇവിടുത്തെ യുവസമൂഹവും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ മറ്റുള്ള രീതിയിൽ സ്പോർട്സ് കായികപരമായിട്ട് ഏതെങ്കിലും കളികളിൽ ഏർപ്പെടണമെങ്കിൽ വോളിബോളും ഫുട്ബോളും ക്രിക്കറ്റും അങ്ങനെ അനേകം ഷട്ടിലും ഒക്കെ അവരൊക്കെ ഇപ്പോൾ മല്ലപ്പള്ളി പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ സമീപ പ്രദേശമായ നെടുങ്കുന്നം പഞ്ചായത്തിലും അങ്ങനെ അന്യ പഞ്ചായത്തുകളിലാണ് ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കായിക മേഖലയിലെ ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിലാണ് ഈ വീടുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഏകദേശം സംസ്ഥാന ഗവൺമെൻറ് LDF ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ കുറേയേറെ വീടുകൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ അസൗകര്യം, ഇവിടുത്തെ പ്രധാന ജംഗ്ഷനായ നൂറോമാവിൽ പോലും നല്ലൊരു മാർക്കറ്റ് ഇല്ലാത്ത ഒരവസ്ഥയാണ്. പഞ്ചായത്തിന് അനേകം സ്ഥലമുണ്ട്. നൂറോമാവ് കേന്ദ്രീകരിച്ച് ഏകദേശം ഒട്ടേറെ സ്ഥലം നമ്മുടെ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താതെ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അങ്ങനെ എല്ലാ മേഖലയും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആനിക്കാട് പഞ്ചായത്ത് ഏറെ പിന്നിലാണ്. ഈ വികസന മുരടിപ്പ് മാറ്റണം. ഈ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതാവസ്ഥയ്ക്ക് ഒരു അന്ത്യം കുറിക്കണം. വ്യക്തമായ ഒരു ധാരണ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കാരണം ജനങ്ങൾ അതുപോലെയാണ് നമുക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആനിക്കാട് പഞ്ചായത്തിലെ ഈ 13-ാം വാർഡിലെ ഇലക്ഷൻ പ്രചരണം LDFിൻ്റെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളാകെ തന്നെ ഞങ്ങളുടെ വാർഡിലെയും സമീപ വാർഡുകളുടെയും LDFിൻ്റെ പ്രവർത്തനത്തിന് വലിയ പ്രചോദനമാണ്. കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ വീടുകളിലും എത്തിക്കാൻ നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞു എന്നുള്ളതാണ് ഇലക്ഷന് ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഗുണം. ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകൾ ഞങ്ങളെ വളരെ ഹൃദ്യമായി വരവേൽക്കുക. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് എല്ലാ വാർഡിലും ഉള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡിൽ മാത്യൂസ് കല്ലൂരയെക്കുറിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അത് പ്രവർത്തന രംഗത്തും കഴിഞ്ഞ വർഷവും അതിൻ്റെ കുഴിഞ്ഞത്തെ വർഷവും എല്ലാം തന്നെ വിവിധ പഞ്ചായത്ത് വാർഡുകളിലെ പഞ്ചായത്ത് അംഗമായി നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിലാകെ നേർന്നു കുറിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ പ്ലാനിങ്ങോടുകൂടിയ പ്രവർത്തനമാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ വാർഡിനകത്ത് മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഭൂരിപക്ഷത്തിൽ സഖാവ് അജി കല്ലുപുര ചുറ്റിക്കരുവാൾ നക്ഷത്രം ചിഹ്നത്തിൽ വിജയിക്കും എന്നുള്ളതാണ് ഈ വാർഡിൻ്റെ സെക്രട്ടറി എന്ന നിലയിലേക്ക് എനിക്കും എൻ്റെ സഹപ്രവർത്തകരായി അവിടെയുള്ള മുഴുവൻ സഹാക്കൾക്കും ഒന്നടങ്കം നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. കരുതി വെച്ച ധീരരാം സഖാക്കളാണൂറ്റം ചെങ്കൊടിക്കുവാനിലിനിയും ഉയരുവാൻ തളരുകില്ല ഹൃത്തടം തുടിക്കുമോർമ്മയിൽ രക്തതാരകങ്ങളെ നിങ്ങൾക്കുലാൽ സലാം, രക്തതാരകങ്ങളെ നിങ്ങൾക്കുലാൽ സലാം.